ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശകുന്തളയുടെ മാലയും കമ്മലും ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ ചെയ്ത ബ്രേസ്ലെറ്റ്, അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ബ്രേസ്ലെറ്റ് ഞാൻ ചെയ്തത് എലാസ്റ്റിക് ത്രെഡിലായിരുന്നു. നമ്മൾ ഓൾറെഡി മാലയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലേക്ക് എലാസ്റ്റിക് ത്രെഡ് രണ്ട് ഭാഗത്തുകൂടിയും ഓരോന്നിട്ടിട്ട് അതിലേക്ക് ആദ്യം കുഞ്ഞു ബീഡുകൾ രണ്ട് ഭാഗത്തും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിങ്ങനെ രണ്ടായി വരുമല്ലോ. അങ്ങനെ കുറച്ച് ഒരു 3-4 ബീഡ് അങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ രണ്ട് ഭാഗം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് കുറച്ച് വലിയ ബീഡ് ഇട്ട് കൊടുത്താൽ അങ്ങനെയാണ് ബ്രേസ്ലെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ സെൻറ്ററിലൊരു ചെറിയൊരു രണ്ട് ഭാഗത്ത് ഇങ്ങനെ പിരിഞ്ഞു വരുന്ന പോലെ വന്നിട്ട് പിന്നെ ഒരുമിച്ചാകും. അങ്ങനെ ആ ഒരു മോഡലാക്കിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തത്. അപ്പോൾ ഇത് സംഭവം ഇത് ആ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഒരുപാട് ലോങ് ആയി പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് ശരി ഇത് തനിച്ചിടാം എന്ന് വിചാരിച്ചത്. പിന്നെ അത് ഞാൻ ഗിയർ വയറിലാണല്ലോ കമ്മലും മാലയൊക്കെ ചെയ്തത്. ഇത് ഞാൻ എലാസ്റ്റിക് ത്രെഡിൽ ചെയ്യുന്നതായതുകൊണ്ടാണ് തനിച്ചിട്ടത് കേട്ടോ. പിന്നെ ഈ എലാസ്റ്റിക് ത്രെഡ് ഞാൻ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്ത് വാങ്ങിയതായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ 0.5 0.3 ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വരുമ്പം ഒരുപാട് നൈസും ആയിരിക്കും. നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേനും അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ലൂസായി പോകുന്ന പോലെ ഉണ്ടാവും, വലിയ തിക്കായി നിൽക്കില്ല. ഇത് പക്ഷേ അങ്ങനെയൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സംഭവം തന്നെയായിരുന്നു. ഇതിൻ്റെ വില 100 രൂപയോ എന്തോ ആയിരുന്നു കേട്ടോ. ഒരു റോള് മൊത്തത്തിൽ വാങ്ങിയപ്പോൾ വന്നത് സാധാരണ വരുന്ന റോളല്ല, കുറച്ചുകൂടി വ്യത്യാസമുള്ള നമ്മുടെ നൂലിൻ്റെയൊക്കെ റോള് പോലെയായിരുന്നു കേട്ടോ ഇത്. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഇങ്ങനെ രണ്ട് ഭാഗത്തും കൂടെ ഞാൻ ഇട്ടത് എങ്ങനെയാണ് 3 ബീഡുകളാണ് കേട്ടോ ഇട്ടത്. ഈ സംഭവം ഞാൻ ചെയ്തിട്ട് ഒത്തിരി ദിവസമായി, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയതുകൊണ്ടാണ് ഇടാൻ വൈകിപ്പോയി സംഭവം. ഇത് ഞാനൊരു കുട്ടിക്ക് വേണ്ടി ചെയ്തതായിരുന്നു, ഓർഡർ ചെയ്തിട്ട് ചെയ്തതായിരുന്നു. അത് ഞാൻ ഓൾറെഡി കൊടുക്കുകയും ചെയ്തു. അതിന് ശേഷം ഈ വീഡിയോ ഇങ്ങനെ ഡ്രാഫ്റ്റിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്നാണ് ഓക്കെ ഇത് അപ്ലോഡ് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ട് അത് ചെയ്തത്. അപ്പോൾ അതെ ഫസ്റ്റ് ഞാൻ 4 mm ബീഡുകളാണ് രണ്ട് ഭാഗത്ത് 3 എണ്ണം വെച്ചിട്ടത്. ഞാൻ അടുത്തത് ഇതേ 6 mm ബീഡാണ് കേട്ടോ ഇടുന്നത്. രണ്ട് ഭാഗം കൂടെ അത് എലാസ്റ്റിക് ത്രെഡ് ഒരുമിച്ച് പിടിച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു വാച്ചിൻ്റെയൊക്കെ പോലെ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ വ്യത്യാസമായി വന്നിട്ട് പിന്നെ ഒന്ന് കണക്ട് ചെയ്ത് വരുമ്പോൾ കുറച്ചുകൂടി ഭംഗി തോന്നും. ഇതിങ്ങനെ ഓരോന്നായിട്ട് കണക്ട് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ശകുന്തളയുടെ മാല 2-3 തവണ ഇങ്ങനെ ഷോർട്സ് ആയിട്ടും ഇങ്ങനെയൊക്കെ ഇട്ടപ്പം ഓൾറെഡി ഒത്തിരി പേര് ചോദിച്ചിരുന്നു, ഇത് പിന്നെ നമ്മൾ മാലയൊക്കെ ഇങ്ങനെ ചോക്കർ ടൈപ്പിൽ തന്നെയാണോ അതോ അതിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എങ്ങനെയൊന്നുമില്ല, ഞാൻ കറക്റ്റ് അളവിന് തന്നെ ചെയ്തിട്ടുള്ളത്. പിൻഭാഗത്തെ ചെയിനും എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല, ഏകദേശം മാല നമ്മുടെ കഴുത്തിന് കറക്റ്റായി നിൽക്കുന്ന പോലെയാണ് കേട്ടോ. ചോക്കർ ടൈപ്പ് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ബ്രേസ്ലെറ്റ് എന്ന് പറയുമ്പോൾ മറ്റേ ഗിയർ വയറിൽ തന്നെ ചെയ്താൽ ചിലപ്പം നമ്മളുടെ സൈസ് കറക്റ്റ് ആയില്ലെങ്കിലോ എന്നുള്ളത് കൊണ്ടാണ് എലാസ്റ്റിക് ത്രെഡിൽ ചെയ്തത്. എലാസ്റ്റിക് ത്രെഡിൽ ചെയ്യുമ്പോൾ പിന്നെ നമുക്കത് കുഴപ്പമില്ലല്ലോ, എന്തായാലും നമ്മളുടെ കയ്യിലേക്ക് അത് കറക്റ്റായിരിക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ടല്ലോ. നമുക്കത് വലിച്ച് നമ്മളുടെ കയ്യിൻ്റെ കറക്റ്റ് അളവിലേക്ക് ആക്കി ഇടാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് പിന്നെ അങ്ങനെ ചെയ്തത്. പിന്നെ ഇത് ആദ്യം ഞാനിതിങ്ങനെ ത്രെഡ് കെട്ടുന്ന രീതി ഇതാണ്. എലാസ്റ്റിക് ത്രെഡ് ആദ്യം ഒരു തവണ ഒന്ന് വലിച്ച് കെട്ടുക, പിന്നെ ഒരു ഭാഗം 2 തവണ ഉള്ളിലൂടെ എടുക്കുക, മറ്റേ ഭാഗം അതേപോലെ 2 തവണ ഉള്ളിലൂടെ എടുത്ത് ടൈറ്റ് ചെയ്യുക. ഇങ്ങനെ ടൈറ്റ് ചെയ്താൽ എലാസ്റ്റിക് ത്രെഡ് അഴിഞ്ഞു വരില്ല കേട്ടോ, കറക്റ്റായി നിൽക്കുകയും ചെയ്യും. എൻ്റെ കയ്യിലിട്ടപ്പം കുറച്ച് ലൂസായി തോന്നിയപ്പോൾ ഞാൻ വീണ്ടും അഴിച്ചത് ഒന്നുകൂടി ചെറുതാക്കിയിട്ടാണ് കേട്ടോ കസ്റ്റമർക്ക് കൊടുത്തത്. അത് അവരുടെ കയ്യിലേക്ക് കറക്റ്റ് ആയിരുന്നു, അവരത് വിളിച്ച് പറയുകയും ചെയ്തിരുന്നു കേട്ടോ. ഞാൻ ഒന്നുകൂടി ബാക്കപ്പ് ചെയ്തിരുന്നു, എന്തായി കറക്റ്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അവർ കറക്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.